അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അങ്ങനെ നമ്മുടെ അമീറും അതുപോലെ തന്നെ ആമിയും റാഹത്ത് ബിസിനസ് ഗ്രൂപ്പിൻ്റെ ഓഫീസിൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അമീർ അവൻ്റെ കടലാസുകളെല്ലാം ഒന്നുകൂടി പരിശോധിച്ചു. ആർക്കും സംശയമൊന്നും തോന്നുകയില്ല. എല്ലാം താൻ കൃത്രിമമായി ഉണ്ടാക്കിയ സർട്ടിഫിക്കറ്റുകളാണ്. പക്ഷേ ആർക്കും സംശയമൊന്നും തോന്നാത്ത വിധം അത്രയും പെർഫെക്റ്റായിട്ട് തന്നെയാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അവൻ ഇടയ്ക്ക് നമ്മുടെ ആമയുടെ മുഖത്തേക്ക് ഇങ്ങനെ എത്തി നോക്കി. അവൻ ആ സർട്ടിഫിക്കറ്റുകൾ പരിശോധിക്കുന്നത് കണ്ട് പുച്ഛത്തോടു കൂടി ഒന്ന് ചിരികോട്ടി. കാരണം ആർക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും അവൾക്കറിയാമല്ലോ അതിൻ്റെ യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ അവനെ പുച്ഛിച്ച് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് തിരിഞ്ഞിരുന്നു. ആമിക്കത് മനസ്സിലായിട്ടുണ്ട് എന്ന് അമീറിനറിയാം. എങ്കിലും അവൻ മനസ്സിലാകാത്ത ഭാവത്തിൽ എല്ലാം ഒന്നും കൂടി അടുക്കി പെറുക്കി വൃത്തിയാക്കി വെച്ചു. അപ്പോൾ നമ്മുടെ ആമി പറഞ്ഞു, ഞാൻ ഒന്ന് സാറിനെ കണ്ടുവരാം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അകത്ത് കയറി. അപ്പോൾ സൈനു നമ്മുടെ ആമിയോട് പറഞ്ഞു, അമാന ഇരിക്കൂ. എന്നിട്ട് എന്തായി, ബ്രദർ എത്തിയിട്ടില്ലേ? ഇന്നല്ലേ ആളോട് ജോയിൻ ചെയ്യാൻ പറഞ്ഞിരുന്ന ദിവസം എത്തിയിട്ടില്ലേ എന്ന് ചോദിച്ചു. സാർ, അവൻ പുറത്തുണ്ട്, സാറിനോട് ചോദിച്ചിട്ട് വിളിക്കാം എന്ന് കരുതി എന്ന് പറഞ്ഞു. അതിനെന്താ, ഫോർമാലിറ്റിയുടെ ഒന്നും ആവശ്യമില്ലല്ലോ, ഞാൻ പറഞ്ഞു തരുന്നതല്ലേ ഇന്ന് ജോയിൻ ചെയ്യാൻ പറയണമെന്ന്, വിളിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അമാന ആ ഡോർ തുറന്ന് നമ്മുടെ അമീറിനെ ഇങ്ങനെ കൈകൊണ്ട് ആംഗ്യം കാട്ടി അകത്തേക്ക് കയറി വാ എന്ന മട്ടിൽ. അങ്ങനെ അവൻ അകത്ത് കയറി. MD കസേരയിൽ ഇരിക്കുന്ന സുമുഖനായ ചെറുപ്പക്കാരനെ ഇങ്ങനെ കണ്ട് അത്ഭുതത്തോടു കൂടി നോക്കി. പ്രൗഢിയോടെ ഇരിക്കുന്ന അവനെ കണ്ട് ഭവ്യതയോടെ അമീർ സീറ്റിലിരുന്നു. അപ്പോൾ സൈനു പറഞ്ഞു, അത്രക്കൊന്നും ബഹുമാനത്തിൻ്റെ ആവശ്യമില്ലടോ. നീ അമാനയുടെ ബ്രദറല്ലേ, അവളെ എനിക്ക് വർഷങ്ങളായി പരിചയമുണ്ടല്ലോ. അവളുടെ അനിയൻ എന്ന് പറഞ്ഞാൽ എൻ്റെയും അനിയനെ പോലെ തന്നെയാണ്. ഫോർമാലിറ്റിയുടെ ഒന്നും ആവശ്യമില്ല എന്നെല്ലാം പറഞ്ഞു. അവനിങ്ങനെ വളരെ താഴ്മയോടു കൂടി കുഴപ്പമില്ല സാർ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്നു. സൈനു അവൻ്റെ സർട്ടിഫിക്കറ്റെല്ലാം പരിശോധിച്ചു. യാതൊരു കൂസലുമില്ലാതെയാണ് അമീർ ഇരുന്നിരുന്നത്. എന്നാൽ നമ്മുടെ ആമിക്ക് ചെറിയൊരു പരിഭ്രമമുണ്ട് ഉള്ളിൽ. കാരണം പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ തൻ്റെ കൂടി നിലനിൽപ്പിനെ ബാധിക്കുന്നതാണ്. കാരണം കള്ള സർട്ടിഫിക്കറ്റുമായി അവിടെ തൻ്റെ അനിയനാണ് ജോലിക്ക് വന്നിരിക്കുന്നത്. നമ്മുടെ ആമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായി പഠിച്ച് കിട്ടിയ ജോലിയാണ്, വളരെ കഷ്ടപ്പെട്ട് കിട്ടിയ ജോലിയാണ്. എന്നാൽ ആമീറാവട്ടെ കൃത്രിമമായി ഉണ്ടാക്കിയ സർട്ടിഫിക്കറ്റ് കൊണ്ടാണ് യാതൊരു കൂസലുമില്ലാതെ നമ്മുടെ സൈനുവിൻ്റെ മുന്നിലിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൈനു ആ സർട്ടിഫിക്കറ്റുകളെല്ലാം പരിശോധിച്ച് നോക്കുമ്പോൾ നമ്മുടെ അമീറിനേക്കാൾ ബേജാറ് ആമിക്കാണ്. ആമിയുടെ വെപ്രാളവും ബേജാറും കണ്ട് സൈനു ചോദിച്ചു, എന്താടോ, തനിക്കാണല്ലോ, ആദ്യമായിട്ട് ജോലിക്ക് വരുന്ന അനിയനേക്കാൾ പേടി തനിക്കാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, അതല്ല സാർ, അവന് നന്നായിട്ട് ജോലിയെല്ലാം ചെയ്താൽ മതിയായിരുന്നു എന്നെല്ലാം ആലോചിച്ചു ഒരു ബേജാറ്, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ സൈനു പറഞ്ഞു, അവൻ ഉഷാറായിരിക്കുമെടോ, കാരണം നിൻ്റെയല്ലേ അനിയൻ, നീ എല്ലാ കാര്യത്തിലും വളരെ ഉഷാറാണല്ലോ, വളരെ പെർഫെക്റ്റ് ആണല്ലോ, അതുകൊണ്ട് നിൻ്റെ അനിയനും അങ്ങനെ തന്നെയായിരിക്കും, അതിൻ്റെ ബേജാറൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആമിയെ സൈനു ഇങ്ങനെ സമാധാനപ്പെടുത്തുകയാണ്. സർട്ടിഫിക്കറ്റുകളെല്ലാം പരിശോധിച്ച് തൃപ്തിയായപ്പോൾ നമ്മുടെ സൈനു പറഞ്ഞു, ഇനി ഇതെല്ലാം അവിടെ നമ്മുടെ റിസപ്ഷനിൽ ഇരിക്കുന്ന പെൺകുട്ടിയെ ഏൽപ്പിക്ക്, എന്നിട്ട് അത് ഓഫീസിൽ കൊടുക്കാൻ പറയും എന്നെല്ലാം പറഞ്ഞു.
HR ഡിപ്പാർട്ട്മെൻറ്റുണ്ട്, അവിടെ കൊടുത്താൽ മതി. ഫയലുകളെല്ലാം അവിടുത്തെ ഓരോ സ്റ്റാഫിൻ്റെയും ഫയലുകളെല്ലാം സൂക്ഷിക്കുന്നത് HR ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അതുപോലെ തന്നെ എല്ലാ കണക്കും കാര്യങ്ങളെല്ലാം സൂക്ഷിക്കുന്നത് അവിടെയാണ്. അവിടെ കൈകാര്യം ചെയ്യാൻ പ്രത്യേകം സ്റ്റാഫുകളുണ്ട്. അതുകൊണ്ട് അവിടെ ഏൽപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞു. അതിൻ്റെ ശേഷം അമാനോട് പറഞ്ഞു, നീ അവനെയും കൊണ്ട് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ചെല്ല്, അവനെ അവിടെ കൊണ്ട് ചെന്നാക്കി വാ. എന്നിട്ട് ഇവിടെ നമുക്ക് കുറച്ച് വർക്കുകൾ ചെയ്യാനുണ്ട്. അവനെ അവിടെ കൊണ്ടാക്കി എല്ലാവരെയും ഒന്ന് പരിചയപ്പെടുത്തിയ ശേഷം ഇങ്ങോട്ട് പോര് എന്ന് പറഞ്ഞു ആമിയോട്. ശരി സാർ, എന്നാൽ ഞാൻ അവനെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ കൊണ്ട് ചെന്ന് ആക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആമീറിനെയും കൊണ്ട് അക്കൗണ്ട്സിൻ്റെ സെക്ഷനിലേക്ക് പോയി. നടന്നു പോകുമ്പോൾ തന്നെ നമ്മുടെ അമീർ ഇങ്ങനെ ചുറ്റുപാടും നോക്കുകയാണ്. ആകെ മൊത്തം ഇങ്ങനെ നോക്കിക്കാണുകയാണ് അവൻ. ഇത്രയും വലിയ ഒരു ഓഫീസിൽ, ഇത്രയും വലിയ ഒരു ബിസിനസ് ഗ്രൂപ്പിൻ്റെ അക്കൗണ്ട് സെക്ഷനിൽ ജോലി കിട്ടിയതിൽ അവൻക്ക് വളരെയേറെ അഭിമാനം തോന്നി. ഇതിനെല്ലാം കാരണം ഇവളാണ്. എങ്കിലും അവളെ ഇവിടെ നിന്ന് പുകച്ച് പുറത്ത് ചാടിക്കണം എന്ന് യാതൊരു ദയാദാക്ഷിണ്യവുമില്ലാതെ അവൻ മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ്. 4 നിലയിലുള്ള വലിയ ഒരു കൂറ്റൻ കെട്ടിടമാണ് നമ്മുടെ റാഹത്ത് ബിസിനസ് ഗ്രൂപ്പ്. അങ്ങനെ അതെല്ലാം ഇങ്ങനെ കണ്ട ശേഷം അവൻ അക്കൗണ്ട്സ് സെക്ഷനിലെത്തി. അവിടെ അവനെ കൂടാതെ വേറെയും 2-3 പേർ ഉണ്ടായിരുന്നു. ഒരു ലേഡിയും അതുപോലെ തന്നെ 2 ആണുങ്ങളും. അവരെ ഓരോരുത്തരായി അവൻ പരിചയപ്പെട്ടു. ആദ്യം ആ കമ്പ്യൂട്ടറിന് മുന്നിൽ ഇങ്ങനെ തല താഴ്ത്തിയിരുന്ന പെൺകുട്ടി അവനെ കണ്ടപ്പോൾ ഇങ്ങനെ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, ഹായ്, പുതിയ ആളാണല്ലേ, വരുമെന്ന് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഷഹാന. അപ്പോൾ നമ്മുടെ അമീർ പറഞ്ഞു, ഹായ്, ഞാൻ അമീർ. അമാനയുടെ സിസ്റ്ററാണല്ലേ, സാറിൻ്റെ പിയ അമാനയുടെ ബ്രദറാണല്ലേ, അമാനയുടെ ബ്രദറാണല്ലേ, സാറിൻ്റെ പിയ അമാനയെ ഞങ്ങൾക്കെല്ലാം അറിയാം എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, അതെ, എൻ്റെ സിസ്റ്ററാണ് അമാന എന്ന് പറഞ്ഞു. അതിൻ്റെ ശേഷം തൊട്ടപ്പുറത്ത് തന്നെ സീറ്റിലിരിക്കുന്ന ഒരു പയ്യനെ അവൻ പരിചയപ്പെട്ടു. ഹായ്, ഞാൻ വിഷ്ണു. അവൻ പറഞ്ഞു, ഞാൻ അമീർ. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു പയ്യനും കൂടി ഉണ്ടായിരുന്നു. ഹായ്, ഞാൻ നിയാസ്. അവൻ പറഞ്ഞു, ഓക്കെ എന്നെല്ലാം പറഞ്ഞു. അവരെയെല്ലാം പരിചയപ്പെട്ടു. അവിടെ ഒരു സീറ്റ് ഒഴിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. അത് ചൂണ്ടിക്കൊണ്ട് അവനോട് പറഞ്ഞു, ഇവിടെയാണ് നിൻ്റെ സീറ്റ്, അവിടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞു. അതിൻ്റെ മുന്നിലായി ഒരു കമ്പ്യൂട്ടറുമുണ്ട്. അങ്ങനെ അവന് ഓരോരുത്തരായി പരിചയപ്പെടലും അതുപോലെ അവിടെയുള്ള ഓരോ കാര്യങ്ങൾ അവന് പറഞ്ഞു കൊടുക്കുകയും എല്ലാം ചെയ്ത് ഒരു 10-15 മിനിറ്റ് ആയപ്പോൾ നമ്മുടെ അമാന പറഞ്ഞു, ഇനി നീ എല്ലാം ഇവിടെ ഇരുന്ന് പഠിച്ചെടുക്ക്, എനിക്ക് അവിടെ വർക്കുണ്ട്, സാർ പറഞ്ഞത് കേട്ടില്ലേ നീ, ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ചെല്ലട്ടെ എന്നും പറഞ്ഞു. ഓക്കെ ശരി, എന്നാൽ ഇനി ബ്രേക്ക് ടൈമിൽ കാണാമെന്നെല്ലാം പറഞ്ഞു. അവിടെ നിന്ന് നമ്മുടെ അമാന സൈനിൻ്റെ ക്യാബിനിലേക്ക് തന്നെ തിരിച്ചു പോന്നു. അങ്ങനെ തിരിച്ചെത്തിയപ്പോൾ നമ്മുടെ സൈൻ ചോദിച്ചു അമാനയോട്, അമാന, എന്തായി കാര്യങ്ങളെല്ലാം? അവനെ അക്കൗണ്ട് സെക്ഷനിൽ കൊണ്ടു ചെന്ന് ആക്കിയില്ലേ, എല്ലാവരെയും പരിചയപ്പെട്ടില്ലേ, എങ്ങനെയുണ്ട്, അവന് ഇഷ്ടമായില്ലേ എന്നെല്ലാം ചോദിച്ചു. അപ്പോൾ ആമി പറഞ്ഞു, എല്ലാവരെയും പരിചയപ്പെടുത്തി, കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് 15 മിനിറ്റൊക്കെ അവിടെ നിന്ന് ഞാനിങ്ങോട്ട് പോന്നു. ഇനി ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ സൈന് പറഞ്ഞു, പിന്നെ നമുക്ക് പുതിയൊരു ബ്രാഞ്ച്, നമ്മുടെ ഈ ഒരു ബിസിനസ് ഗ്രൂപ്പിൻ്റെ പുതിയൊരു ബ്രാഞ്ച് കൂടി തുടങ്ങാൻ ഉദ്ദേശമുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യണം. പിന്നെ കുറച്ച് ഫയലും കാര്യങ്ങളുമെല്ലാം ചെക്ക് ചെയ്ത് ഞാൻ നോക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ചെക്ക് ചെയ്തതിൽ പ്രത്യേകിച്ച് കറക്ഷനൊന്നുമില്ലല്ലോ. ഞാൻ ഈ ഓരോ
എല്ലാം ഓക്കെ ആണെങ്കിൽ നമ്മുടെ HR ഡിപ്പാർട്ട്മെൻറ്റിൽ എല്ലാം എത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ കുറച്ച് ഫയലുകൾ നമ്മുടെ ആമയുടെ കയ്യിൽ കൊടുത്തു. അവൾ അതെല്ലാം ഓരോന്നോരോന്നായി ചെക്ക് ചെയ്യാൻ തുടങ്ങി. സമയം ഇങ്ങനെ ഓരോന്നായി കഴിഞ്ഞു പോയി. അതിനിടയിൽ നമ്മുടെ ആമിയുടെ വീട്ടിൽ തകൃതമായ ചർച്ചയിലായിരുന്നു. അവിടെ നമ്മുടെ ആമയുടെ ഇത്താൻ്റെ കല്യാണക്കാരെ അന്ന് പെണ്ണ് കാണാനെല്ലാം വന്ന് കല്യാണം എല്ലാം ഉറപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തിരുന്നല്ലോ. അപ്പോൾ നിശ്ചയത്തിൻ്റെ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുകയാണ്. പെണ്ണിൻ്റെ വീട്ടിൽ വെച്ചാണ് നിശ്ചയം. ചെറിയ പരിപാടി മതി, ചെറിയൊരു ചായ സൽക്കാരം. ചെക്കൻ്റെ വീട്ടിൽ നിന്ന് അധികം ആളുകളൊന്നും വരില്ല. അത്യാവശ്യം വേണ്ടപ്പെട്ട 1-2 പേർ വരും. അതുപോലെ തന്നെ ഇവിടെയും അതുപോലെ മതി. പിന്നെ കല്യാണമാണെങ്കിൽ നമുക്ക് കുറച്ച് വലുതാക്കി കഴിക്കാം എന്നല്ല, അങ്ങനെയാണ് ചർച്ച ചെയ്തിട്ടുള്ളത്. അതിനിടയിൽ അവളുടെ കയ്യിൽ ഒരു സ്വർണത്തിൻ്റെ കൈച്ചെയിനും കെട്ടിയിട്ടുണ്ട്. കാരണം അവർക്ക് അന്ന് തന്നെ തോന്നിയിരുന്നു ആർക്കൊക്കെ ഈ ഒരു കല്യാണത്തിൽ എതിർപ്പുണ്ട് എന്ന്. അതുകൊണ്ട് തന്നെ ഇനി ആ കല്യാണം മുടങ്ങിപ്പോകാതിരിക്കാൻ ഒരു ഉറപ്പിന് വേണ്ടി ചെറിയൊരു പണ്ടം കെട്ടൽ ചടങ്ങും അങ്ങനെ കഴിച്ചു. അങ്ങനെ ഒരു എൻഗേജ്മെൻറ്റ് ഡേറ്റും നിശ്ചയിച്ച് അവിടെ നിന്നും അവർ യാത്രയായി. അങ്ങനെ വൈകുന്നേരം നമ്മുടെ അമീറും അതുപോലെ തന്നെ അമാനയും ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി. എല്ലാവരും അവരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയായിരുന്നു. അമീർ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഓടിച്ചാടിയൊക്കെയാണ് വരുന്നത്. നമ്മുടെ ആമി മോളുടെ സ്കൂട്ടിയിലാണ് 2 പേരും വരുന്നത്. അമീറാണ് ഡ്രൈവ് ചെയ്ത് ഇങ്ങോട്ട് പോകുന്നത്. ഓഫീസിൽ പോയപ്പോൾ ആമിയായിരുന്നു ഡ്രൈവ് ചെയ്തിരുന്നത്. ഇങ്ങോട്ട് പോന്നപ്പോൾ അമീറുമായിരുന്നു ഡ്രൈവ് ചെയ്തിരുന്നത്. അങ്ങനെ 2 പേരും എത്തിയ സമയത്ത് നമ്മുടെ റസാഖ് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അവൻ അമീറിനെ കണ്ടപ്പോൾ തന്നെ ചോദിച്ചു, ഉപ്പാൻ്റെ രാജകുമാരൻ ജോലിയെല്ലാം കഴിഞ്ഞ് എത്തിയല്ലോ, എങ്ങനെയുണ്ടായിരുന്നടാ ഫസ്റ്റ് ദിവസമല്ലേ ഓഫീസിൽ എന്നെല്ലാം ചോദിച്ചു. അപ്പോൾ അമീർ പറഞ്ഞു, ഉപ്പ ഓഫീസൊന്ന് കാണേണ്ടത് തന്നെ. 4 നിലയിലുള്ള വലിയൊരു കൊട്ടാരം പോലെ വലിയൊരു കെട്ടിടമാണ്. എനിക്ക് AC റൂമും നല്ല തിരിയുന്ന കസാരയും കമ്പ്യൂട്ടറിലാണ് ജോലി വരുന്നത്. നല്ല സെറ്റപ്പാണ്. ഉപ്പാനെ ഒരു ദിവസം ഞാൻ കൊണ്ടുപോയി കാണിച്ചു തരുന്നുണ്ട്. അടിപൊളിയാണ് എന്നെല്ലാം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ റസാഖ് പറഞ്ഞു, ഇനി എനിക്ക് 4 ആളെ മുന്നിൽ ഒന്ന് തല ഉയർത്തി പിടിച്ചു നിൽക്കാമല്ലോ, അല്ലെങ്കിൽ കാണുന്നവരെല്ലാം എന്നെ പുച്ഛത്തോടെ കളിയാക്കും. മോൻ ഇതുവരെ ജോലിയും കൂലിയും ഒന്നും ആയില്ലല്ലോ എന്ന് പറഞ്ഞ് ഇനി അവരുടെ മുന്നിലെല്ലാം തലയുയർത്തി പിടിച്ചു നിൽക്കണം. എൻ്റെ മോന് ഇത്രയും വലിയൊരു കമ്പനിയിലാണ് ജോലി, ചക്രക്കസാരയിൽ AC റൂമിലൊക്കെയാണ് എന്ന് അവരോടൊന്ന് പറയണം. കളിയാക്കുന്നവരുടെ മുന്നിലെല്ലാം ഇനിയൊന്ന് തലയുയർത്തി പിടിച്ച് നടക്കണം ഉപ്പാക്ക് എന്നെല്ലാം പറഞ്ഞു. അതിനിടയിൽ വല്യമ്മ നമ്മുടെ ജമീലത്ത പറഞ്ഞു, മോനെ അറിഞ്ഞോ, നമ്മുടെ പൊന്നൂസിൻ്റെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട്. നിൻ്റെ ഇത്താത്താൻ്റെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട്. അതെ, അപ്പോൾ ഇനി ഉത്തരവാദിത്തമുള്ള ആങ്ങളെയാണ് കേട്ടോ. ആദ്യത്തെ ശമ്പളം കിട്ടുമ്പോൾ നിൻ്റെ താത്താൻ്റെ കല്യാണത്തിന് ഓൾക്ക് ഇജ്ജ് നല്ലൊരു ഡ്രസ്സ് എടുത്തു കൊടുക്കണം. എൻ്റെ മോന് എടുത്തു കൊടുത്തതാ. നിന്നെ വലിയ പുച്ഛമല്ലേ അവർക്കെല്ലാം. അപ്പോൾ എൻ്റെ മോന് എടുത്ത ഡ്രസ്സ് ഇട്ടിട്ട് തന്നെ വേണം അവൾ കല്യാണത്തിന് ചമഞ്ഞ് നിൽക്കാൻ. നിന്നെ പുച്ഛം പറഞ്ഞവരൊക്കെ ഒന്ന് നിൻ്റെ വക ഡ്രസ്സെല്ലാം ഇട്ട് നിൽക്കുമ്പോൾ എൻ്റെ മോനാണ് അത് എൻ്റെ ഒരു അഭിമാനം എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ നമ്മുടെ ആമി പറഞ്ഞു, എന്നിട്ട് ഇപ്പോൾ നിങ്ങൾ അത് തന്നെ ഉറപ്പിച്ചു അല്ലേ? ഇവിടെ ആരുടെയും അഭിപ്രായത്തിനൊരു വിലയുമില്ലല്ലോ. എനിക്കും ഉമ്മാക്കും ഇത്താക്കൊന്നും ഇഷ്ടമില്ലാത്ത കല്യാണം നിങ്ങളപ്പോൾ ഉറപ്പിച്ചു അല്ലേ എന്നെല്ലാം ചോദിച്ചു. അത് പറഞ്ഞുകൊണ്ട് അവൾ നോക്കുമ്പോൾ നമ്മുടെ പൊന്നുവിൻ്റെ കൈമേൽ തന്നെ ഒരു സ്വർണ്ണ കൈച്ചെയിനും കണ്ടു. അത് കാണിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, ഇന്ന് അവർ വന്നപ്പോൾ ഇട്ട് തന്നതാണ് എന്നെല്ലാം പറഞ്ഞു.
ഇത് കേട്ടതും നമ്മുടെ ആമിക്കുട്ടി പറഞ്ഞു, നീ അനുഭവിച്ചോ, നിനക്ക് വായി തുറന്ന് പറയാൻ കഴിയാത്തതുകൊണ്ടല്ലേ എനിക്ക് ഇഷ്ടമല്ല ഈ കല്യാണത്തിന് എന്ന്. നീ ഇനി അനുഭവിച്ചോ, എന്തായാലും കയ്യിൽ അതിൻ്റെ അടയാളവും കിട്ടിയല്ലോ, സന്തോഷമായി എനിക്ക് എന്നെല്ലാം പുച്ഛിച്ച് പറഞ്ഞുകൊണ്ട്, ആരോട് പറയാൻ ആര് കേൾക്കാൻ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആമി, ഉമ്മ ഇങ്ങോട്ട് പോര്, ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ കൂടുതൽ സംസാരിക്കാതിരിക്കാൻ കഴിയില്ല, ഞാൻ വല്ലതുമൊക്കെ പറഞ്ഞു പോകും, അതുകൊണ്ട് ഉമ്മ ഇങ്ങോട്ട് പോരെയെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആമി റസിയാനെയും വിളിച്ച് അകത്തേക്ക് പോയി. ഇത്രയും ദിവസം കല്യാണം ഉറപ്പിച്ചില്ലല്ലോ എന്ന സമാധാനത്തിലായിരുന്നു. ഇനി എങ്ങനെയെങ്കിലും അത് ഒന്ന് തട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ, അത് വഴിമാറിപ്പോയിട്ടുണ്ടെങ്കിൽ എന്ന പ്രാർത്ഥനയിലായിരുന്നു നമ്മുടെ ആമി. എന്നാൽ അത് ഉറപ്പിച്ചു എന്ന് കേട്ടപ്പോൾ ഇനി അവൾക്കൊന്നും പറയാനില്ല എന്ന മട്ടിലാണ് അവൾ റസിയാനെയും വിളിച്ച് അകത്തേക്ക് പോയത്. അങ്ങനെ റൂമിലെത്തിയ ആമിയോട് റസിയ ചോദിച്ചു, മോളെ, എങ്ങനെയുണ്ടായിരുന്നു ഇന്ന് അവൻ ഓഫീസിൽ, കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, ഇല്ല ഉമ്മ, കുഴപ്പമൊന്നുമില്ല, ഇന്ന് ആകെ ഒരു ദിവസമായിട്ടല്ലേ ഉള്ളൂ, ഇന്ന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല, അൽഹംദുലില്ലാ, നല്ല രീതിയിൽ തന്നെയാണ് അവൻ ജോലിയെല്ലാം ചെയ്തത്. അവൻ്റെ കൂട്ടുകാരോടെല്ലാം ഞാൻ ചോദിച്ചു വൈകിട്ട് പോരുമ്പോൾ എങ്ങനെയുണ്ട് എന്നെല്ലാം. അവൻ വളരെ ഉഷാറാണ്, അവനെ ഏൽപ്പിച്ച ജോലികളെല്ലാം പെട്ടെന്ന് തീർക്കുന്നുണ്ട്, കാര്യങ്ങളെല്ലാം പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കുന്നുണ്ട് എന്നെല്ലാമാണ് അവർ പറഞ്ഞത് എന്നായിരുന്നു നമ്മുടെ ആമയുടെ മറുപടി. അപ്പോൾ റസിയ പറഞ്ഞു, അതങ്ങനെ തന്നെ ആയാൽ മതിയായിരുന്നു, എനിക്കൊരു സമാധാനവും ഉണ്ടായിരുന്നില്ല നിങ്ങളിങ്ങോട്ട് എത്തുവോളം, എന്തായി എന്നറിയാത്തതുകൊണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ആമി റസിയാൻ്റെ താടിയിൽ പിടിച്ചിങ്ങനെ കൊഞ്ചിച്ചു കൊണ്ട് പറഞ്ഞു, എൻ്റെ ഉമ്മക്കുട്ടി വിഷമിക്കണ്ട കേട്ടോ, അതൊന്നും കുഴപ്പമൊന്നും ഉണ്ടാവില്ല, അവൻ ഇനി ഒരു ജോലിയെല്ലാം ആയി പക്വതയായി സ്വന്തം കാലിൽ നിൽക്കാറായാൽ അവൻ ഇനി നല്ല കുട്ടിയായിക്കോളും, അങ്ങനെ സമാധാനിക്കാം നമുക്ക്, നെഗറ്റീവായി ഒന്നും ചിന്തിക്കണ്ട, എല്ലാം പോസിറ്റീവായി ചിന്തിക്കും, ഉമ്മക്കല്ലെങ്കിലും വലിയ ബേജാറാണ് എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ റസിയ പറഞ്ഞു, അതൊക്കെ അവിടെ നിൽക്കട്ടെ, എനിക്കിപ്പോൾ അതല്ല സങ്കടം, എൻ്റെ മോൾക്ക് ഇഷ്ടമില്ലാത്ത ആ കല്യാണം ഉറപ്പിച്ചതിലാണ് എനിക്ക് സങ്കടം എന്നെല്ലാം അവൾ ആവലാതിപ്പെട്ടു. അപ്പോൾ നമ്മുടെ ആമി പറഞ്ഞു, ഉമ്മ, വിധിച്ചതല്ലേ നടക്കൂ, കൊതിച്ചത് നടക്കില്ലല്ലോ, അവളുടെ വിധി അതായിരിക്കും, ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞിട്ടെന്ത്, അങ്ങനെയെല്ലാം പറഞ്ഞ് ഞാനൊന്ന് മേല് കഴുകട്ടെ, ജോലിയെല്ലാം കഴിഞ്ഞ് വന്നതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഒന്ന് മേല് കഴുകി ഫ്രഷ് ആവാനായി പോയി. ഇതേ സമയം നമ്മുടെ റസാക്ക് ആമീറിനോട് ചോദിച്ചു, അല്ല മോനെ, എങ്ങനെയുണ്ട് അവളുടെ ആ ഒരു ഓഫീസ്, എന്താണ് അവിടുത്തെ അവസ്ഥ എന്നെല്ലാം ചോദിച്ചു. അപ്പോൾ നമ്മുടെ അമീർ പറഞ്ഞു, ഉപ്പ, അവളുടെ സ്ഥാനം അവിടെ ചില്ലറയല്ല, അവൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാവർക്കും വലിയ കാര്യമാണ്, സാറിനൊക്കെ അവൾ കഴിഞ്ഞുള്ളൂ എന്ത് അഭിപ്രായവും, അവളുടെ അഭിപ്രായം കഴിഞ്ഞ് മറ്റെന്തുമുള്ളൂ, സാറിനൊക്കെ അവളെ ഭയങ്കര കാര്യമാണ് എന്നെല്ലാം പറഞ്ഞു. ഇത് കേട്ടതും റസാക്ക് പറഞ്ഞു, വെറുതെയല്ല അവൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു എല്ല് കൂടുതൽ, ഇത്രയും സ്ഥാനം അവൾക്കുണ്ടെങ്കിൽ മോനെ അത് ഇല്ലാതാക്കണം, അവളെ അവിടെ നിന്നും അവർ അടിച്ചു പുറത്താക്കണം, അതിനുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ മോൻ ചെയ്യണം, അവളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട് അവർ ആട്ടിവിട്ട് യാതൊരു ജോലിയും കൂലിയും ഇല്ലാതെ തെണ്ടി തിരിഞ്ഞ് അവൾ എൻ്റെ കാലിൻ്റെ ചുവട്ടിൽ തന്നെ എത്തണം, അത് കണ്ടാലേ ഉപ്പാക്ക് സമാധാനമാവുകയുള്ളൂ, അധികം വൈകാതെ തന്നെ ഉപ്പാൻ്റെ കുട്ടി ആ ഒരു കാര്യം ചെയ്യണം എന്നെല്ലാം പറഞ്ഞു. ഇത് കേട്ടതും ജമീലത്ത പറഞ്ഞു, മോനെ, അത് വേണോ, അവളുടെ പൈസ കൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു പോകുന്നത്, ഇവൻ്റെ കയ്യിൽ നിന്ന് അവളുടെ കയ്യിൽ നിന്ന് കിട്ടുന്നത് പോലെ വല്ലതും എനിക്ക് കിട്ടുമെന്ന് എനിക്ക് വലിയ വിശ്വാസമൊന്നും പോരാ, അല്ല അമീർ മോനെ, അവൾ എൻ്റെ കയ്യിൽ 20,000 രൂപ തരുന്നുണ്ട്, മോന് അതുപോലെയൊക്കെ തരുമോ, വല്യമ്മക്ക് നിന്നെ വലിയ വിശ്വാസമില്ല, നീ വല്യമ്മാൻ്റെ രാജകുമാരനൊക്കെ തന്നെയാണ്, പക്ഷേ പൈസൻ്റെ കാര്യത്തിൽ വല്യമ്മക്ക് നിന്നെ വലിയ വിശ്വാസമൊന്നും പോര കേട്ടോ എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റസാക്ക് പറഞ്ഞു, നിങ്ങൾ മിണ്ടാതെ അവിടെ ഒരു മൂലയിൽ ഇരുന്നോ,
അവളുടെ പൈസ കിട്ടിയിട്ട് വേണ്ട, ഇവിടെ ഞാൻ അധ്വാനിച്ച് കൊണ്ടുവരുന്നുണ്ട്. ഇനി എൻ്റെ മോനും അധ്വാനിച്ച് കൊണ്ടുവരുമ്പോൾ ആ പൈസയൊക്കെ കിട്ടുന്ന വല്ല ചില്ലറയും പിടിച്ച് നിങ്ങൾ മിണ്ടാതെ അടങ്ങി ഒതുങ്ങിയിരുന്നോ കേട്ടോ. ഇനി നിങ്ങളായിട്ട് ഇതിൽ എടാകൂടം ഒപ്പിക്കരുത്, ഇതിൽ തലയിടരുത് എന്നെല്ലാം റസാക്ക് പറഞ്ഞു. ജമീല താനിങ്ങനെ പേടിപ്പിച്ച് നിർത്തുന്നുണ്ട്. അവർ പറഞ്ഞു, ഞാനൊന്നും പറഞ്ഞില്ല, ഇനി എൻ്റെ തലയിലേക്ക് ഇടണ്ട എന്നും പറഞ്ഞുകൊണ്ട് അവർ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പോൾ നമ്മുടെ അമീർ പറഞ്ഞു, ഉപ്പ ബേജാറാവണ്ട, അവളെ അവിടെ നിന്ന് അടിച്ചിറക്കി ഉപ്പാൻ്റെ ഈ കാൽച്ചുവട്ടിൽ യാതൊരു ഗതിയുമില്ലാതെ അവളെ ഈ ഉപ്പാൻ്റെ കാൽച്ചുവട്ടിൽ എത്തിച്ചിരിക്കും ഞാൻ. ഉപ്പാൻ്റെ അമീർ മോനാണ് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് റസാക്കിന് അമീർ കൈ കൊടുത്തു.